അപ്പോൾ ആദ്യം തന്നെ എന്താ ഈ കാടും പൊന്തയല്ലേ. അപ്പോൾ തമ്പിലേന് കണ്ടില്ലേ, നമുക്ക് പുഴുക്കുണ്ടാക്കാം. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടില്ല, നമ്മളെ സ്വന്തം തൊടിയിൽ നിന്ന് കൊത്തിപ്പറിച്ച് എടുത്തതാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചേമ്പ് പറിക്കാം. ഇതിന് ഞങ്ങളവിടെ പാലിച്ചേമ്പ് എന്ന് പറയും, ബാക്കിയുള്ളവരെന്താ പറയാന്ന് നമുക്കറിയില്ല. അപ്പം നമ്മളപ്പുറത്തൊരു കാവത്തിന് വള്ളി ഉണ്ടായിരുന്നു, അതിമൊന്നൊരു വിത്ത് ചാടി കിടക്കണത് കൊടുത്തതാട്ടോ. അപ്പം നമുക്കിതൊക്കെ പറിച്ചെടുക്കണ്ട, അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വിത്ത് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അത് കുറച്ചിങ്ങനെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. കിട്ടുന്നില്ല ഗൈസ്, ഇപ്പം ഇതും പൊട്ടിച്ചെടുക്കും. ഇങ്ങനെ ഇളക്കി ഇത് വലുതായിട്ടില്ലേ, കണ്ടോ, കിട്ടി, ഇതാ കണ്ടോ. അതുപോലെ നമുക്കൊരു വലുതാവുന്നു, ആവശ്യത്തിന് 2 കിട്ടി. വലിയ വിത്തുണ്ടാവും മണ്ണിൻ്റെ അടിയിൽ. ഒന്നും പൊട്ടിയിട്ടില്ല, അതുമ്പോൾ തന്നെ പൊട്ടിപ്പോന്താ. അത് മതിയോ? അതൊക്കെ പുറത്തുള്ളതാണ് എടുക്കണേ, നമുക്ക് ഉള്ളിലുള്ളത് ഇനി അവിടെ നിൽക്കട്ടെ. അടുത്തതായി നമുക്ക് അവിടെ ഒരു കാവത്ത് കുഴിച്ചിട്ട് എന്നിട്ടോ, ഞങ്ങളിവിടെ കാവത്ത് എന്ന് പറയും. പിന്നെ വേറെ എന്താ പറയാന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ കുഴിച്ചിടാനുള്ളതൊക്കെ അറിയാം, ഇത് കണ്ടാൽ തന്നെ അറിയാം. കുഴിച്ചിടാൻ മാത്രമേ എനിക്കറിയുള്ളൂ, പറിക്കാൻ അറിയില്ല. അത് ഗൈസ്, അത് നമ്മൾ കൊത്തി പൊട്ടിച്ച് അതിൻ്റെ അടിയിലേക്കുള്ളത് കുറച്ചൊക്കെ കൊത്തിയെടുത്ത് ബാക്കി അവിടെ തന്നെ ഇട്ട്. ഇനി അടുത്ത പ്രാവശ്യം മണ്ണിൻ്റെ അടിയിലേക്ക് കുഴിച്ചിട്ടില്ല, മേലേക്ക് കുഴിച്ചിടണം. യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്ത് കുഴിച്ചിടണം. കുഴിച്ചിടേണ്ടത് എങ്ങനെയൊന്നും അറിയില്ല. സാധനം കയ്യിലുണ്ട്. അതോ പൊട്ടി, ഇത്ര മുറിച്ചിട്ടാ അവിടെ തന്നെ മുറിച്ചിട്ട. പക്ഷെ ഇതിനി കുറേ താഴത്തേക്ക് പോയി, നല്ല ഇതുണ്ട്. പക്ഷെ എനിക്ക് പറിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഇത്ര പോകുന്നൊരു കഷ്ണം കൂടി എടുത്തിട്ട് അവിടെ വെച്ചു. ബാക്കി അടിയിലേക്ക് പോയിക്കോട്ടെ. ഇനി നമുക്ക് മണ്ണ് ഇങ്ങനെ ഇട്ടിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ചിലപ്പോൾ കുഴി കുത്തിയിട്ടായില്ലാന്ന് വെച്ചിട്ടുണ്ടാകുക, അപ്പോഴതാണ് തീരെ കിട്ടാത്തത്. അപ്പോൾ ഇനി ഇങ്ങനെ മണ്ണ് ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിത് മേലെ വയ്ക്കാം. അപ്പോൾ അത്ര വെച്ചിട്ടല്ലേ പോളൂ 10 വർഷത്തേക്കുള്ളത്. കൊത്തിയിട്ടും പൊട്ടിച്ചിട്ടും ഒക്കെ എത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ചേമ്പും കാവത്തും ഒക്കെ നമുക്ക് എത്ര കിട്ടി, നമുക്ക് പുഴുക്കുണ്ടാക്കുന്നത് എങ്ങനെയെന്നും കൂടി ഒന്ന് നോക്കാം അല്ലേ. ഇതൊക്കെ നമുക്കൊന്ന് തൂലിയൊക്കെ കളഞ്ഞിട്ടെടുക്കാം. ഇത്ര പോകുന്ന കഷ്ണമാക്കിയിട്ട് അയ്യോ. അപ്പോൾ ഇതിലേക്ക് പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനം മുതിരയാണ് കേട്ടോ. മുതിര നന്നായിട്ട് കഴുകി നമ്മളതിലത്തെ കല്ലൊക്കെ ഉള്ളതൊന്ന് കളഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച കഷ്ണങ്ങൾ ചേർക്കണം. ഇതിലേക്ക് നമ്മൾ ചേനയും പിന്നെ കപ്പയും കൂടി വേണമായിരുന്നു കേട്ടോ, നമ്മുടെ അടുത്തില്ല. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമ്മളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളം വെച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നത് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. പിന്നെ ഇതിക്ക് നമുക്ക് തേങ്ങ, പച്ചമുളക്, 2 ചെറിയ ഉള്ളി, ഒരു ചെറിയ ജീരകം കൂടി അരയ്ക്കണ്ട, ഒന്ന് മിക്സിയിൽ കറക്കി എടുത്താൽ മതി. ഒന്ന് ചതച്ചിട്ട് ഈ പരുവത്തിൽ മതി. അപ്പോൾ തന്നെ നമ്മളെ കൂട്ട് നമുക്ക് വെന്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരപ്പും കൂടി ചേർത്തിട്ട് പച്ച വെളിച്ചെണ്ണയാണ്, അതായത് വെളിച്ചെണ്ണയാണ് ഇങ്ങനെ ഒഴിക്കേണ്ടത്, അല്ലാതെ നമ്മൾ കടുക് താളിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇതും കട്ടൻ ചായയൊക്കെ കുടിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തിരുവാതിരയ്ക്ക് പിന്നെ ഏകാദശിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് കഴിച്ചാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ.